this is my new YouTube channel. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സബ്സിയാൽ. അപ്പോൾ ഇനി എൻ്റെ ഒരു ചെറിയ സെൽഫ് ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. ഞാൻ വിഭജിക അമ്മ ആൻഡ് ഐം 14 years old. ഞാൻ പത്തനാപുരം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്, അതായത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം. ഐ എം സ്റ്റാർട്ടിങ് ഇൻ സെൻറ്റ് മേരീസ് റെസിഡൻഷ്യൽ സ്കൂൾ. ഇപ്പോൾ വെക്കേഷൻ കഴിയുമ്പോൾ 9th. അപ്പോൾ എല്ലാവരും വെക്കേഷനൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇങ്ങനെ തന്നെ പോകുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ അപ്പ, അമ്മ, ഞങ്ങൾ 3 പേരാണുള്ളത്. അപ്പയുടെ പേര് അശോക് കുമാർ, അമ്മ മിനിയഷ. 2 പേരും അക്കൗണ്ടൻസ് ആണ്. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് സിബ്ലിങ്സ് ഒന്നുമില്ല, പക്ഷേ എനിക്ക് കസിൻസ് ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 പേരാണുള്ളത്. ദേ ആർ സോ സ്പെഷ്യൽ. ആർഷ ആൻഡ് അർജുൻ, കിങ്ങിനി ചേച്ചി ആൻഡ് കുക്കുണ്ടെന്ന് നിങ്ങൾ വീട്ടിൽ വിളിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഫ്രണ്ട്സ് എന്നൊരു മേജർ പാർട്ടുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, ഈ ഹലോ ഗൈസ് അന്യോസയോ എന്ന ഫ്രേസ് ഇതേപോലെ ഒരാൾ എവിടെയെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നെയാണ്. എന്നാൽ എനിക്ക് നേരത്തെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, ഹാനൽ ഡയറീസ്. അതിൽ പല പ്രൊനൗൺസിയേഷനുണ്ട്. ഞാൻ ഹോണൽ എന്നായിരുന്നു പറയുന്നത്, ഇപ്പോൾ എന്താ പറയുന്നതെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തമില്ല. അപ്പോൾ ആ ഒരു യൂട്യൂബ് ചാനലിലെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ എപ്പോഴും ഫ്രീക്വൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാചകമായിരുന്നു ഇത്. അതിനത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഉപേക്ഷിച്ചൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ എന്തോ ഒരു പ്രിയപ്പെട്ട വാക്കുകളായി മാറിയിരിക്കുന്നു അതൊക്കെ. അന്യോസയോ, ഗംഷമിത, ഇതൊക്കെ. ഈ ഒരു യൂട്യൂബ് ചാനൽ പറയുമ്പം എൻ്റെ 3ാമത്തെ യൂട്യൂബ് ചാനലാണ്. ഇതിനു മുമ്പ് എനിക്ക് 2 യൂട്യൂബ് ചാനൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞത് തുടങ്ങിയപ്പം ആദ്യത്തേതിനെ പറ്റി വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാൻ 2 പറ്റിയും ചുരുക്കി പറയാം, കാരണം കൂടി വരികയാണ്. ഇനിയിപ്പോൾ ഇതും പോകുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. ബട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം ഗൈസ്. അപ്പോൾ ആദ്യത്തെ യൂട്യൂബ് ചാനൽ ഭയങ്കര ആഗ്രഹിച്ചെടുത്തതാണ്, കാരണം കോവിഡ് സമയത്ത് എല്ലാവരും ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരെണ്ണം വേണം തോന്നി. പക്ഷേ അന്ന് ഞാൻ സ്മോൾ ആയിരുന്നു. എക്സ്ട്രീം അല്ല, പക്ഷേ സ്മോൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്നെ പറ്റിച്ച് വെച്ചേക്കുമായിരുന്നു. അത് ഞാൻ നല്ല കോൺഫിഡൻസോടെ വിശ്വസിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം രൂപ വേണമെന്ന് ഞാനങ്ങ് വിശ്വസിച്ചു. എല്ലാവരും എന്നെ പറ്റിച്ചു. അങ്ങനെ ലാസ്റ്റിൽ ഞങ്ങൾ തൊട്ട് മേളത്തെ വീട്ടിൽ താമസിക്കുന്ന ലക്ഷ്മിക്കച്ചിയുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം 2 അണ്ണന്മാർ വഴി ഞാൻ അറിഞ്ഞു. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പൈസയൊന്നും വേണ്ടായിരുന്നു. അന്ന് ഞാൻ വളരെയധികം വിഷമിച്ചു, എൻ്റെ ഹൃദയം തകർന്നു പോയി. അതിൻ്റെ തൊട്ടടുത്ത ദിവസം അക്കച്ചിയുടെ കല്യാണം. അന്ന് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അന്ന് ഞാൻ 5th മറ്റോ ആയിരുന്നു. ആ ഒരു സമയത്ത് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിനകത്ത് വലിയ റീച്ചൊന്നും ഇല്ലായിരുന്നു, ബട്ട് ഹാപ്പിയായിട്ട് എന്നെ ഹാപ്പിയാക്കുന്ന രീതിയിൽ കുറച്ച് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് പോയി. അങ്ങനെ ഫൈനലി ഒരു സുപ്രഭാതത്തിൽ ഒരു ഇമെയിൽ വന്നു. എന്നെ തന്നെ കറക്റ്റ് ചെയ്തതാണ്. സെൽഫ് കറക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഗൈസ്. ഒരു ഇമെയിൽ വന്നു. അതിനകത്ത് യുവർ അക്കൗണ്ട് വിൽ ബി ഡിലീറ്റഡ് ഇൻ ദിസ് ഡേയ്സ് എന്നായിരുന്നു. ഞാനങ്ങ് സ്തംഭിച്ചു പോയി. പക്ഷേ ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെയും അങ്ങനെ തന്നെ മെസ്സേജസ് വന്നുകൊണ്ടിരുന്നു. ഞാൻ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ലാസ്റ്റിൽ ഈ ഒരു അക്കൗണ്ട് അങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. എൻ്റെ അകത്ത് എല്ലാം ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ കിടന്ന് തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല. അന്ന് വലിയ ധാരണയൊന്നുമില്ല യൂട്യൂബ് ചാനലിനെ പറ്റി, ബിക്കോസ് യൂട്യൂബ് സ്റ്റുഡിയോ എൻ്റെ കയ്യിലില്ലായിരുന്നു. അതിൻ്റെ അകത്ത് കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയത്തില്ലായിരുന്നു. ജസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുക, അവിടെ ഇരിക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് വലിയ റീച്ചൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഈ അക്കൗണ്ട് ഞാൻ തുടങ്ങിയത് അപ്പയുടെ ഫോണിലായിരുന്നു. അപ്പയുടെ ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടായിരുന്നു തുടങ്ങിയത്. അപ്പോൾ ആ ഒരു അക്കൗണ്ട് എല്ലാത്തിലും കണക്റ്റഡ് ആണ്. ഗൂഗിൾ പേ ആയാലും എല്ലാത്തിലും കണക്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ആയി പോയ സമയത്ത് ഗൂഗിൾ പേ ഒക്കെ അത് എഫക്റ്റ് ചെയ്തു. അങ്ങനെ ട്രാൻസാക്ഷനൊന്നും നടക്കുന്നില്ല. അങ്ങനെ വന്നപ്പം എല്ലാവരും എൻ്റെ മണ്ട കയറി. ഞാൻ പതുക്കെ അങ്ങ് മിണ്ടാതെങ്ങിയിരുന്നു. അങ്ങനെ ലാസ്റ്റിൽ പിന്നെ കടയിലൊക്കെ കൊണ്ടുപോയി വേറെ അക്കൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഞാനങ്ങ് പേടിച്ചു. എന്ന് വെച്ചാൽ ഇനി ഇങ്ങനെ വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ കുറേ നാൾ വെറുതെ ഇരുന്നു. അതിനുശേഷം എന്നാലും എനിക്കങ്ങോട്ട് ഇതാവുന്നില്ല, എനിക്കൊരെണ്ണം വേണം. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ എനിക്കൊരു യൂട്യൂബ് ചാനൽ വേണം, അങ്ങനൊരു നല്ലൊരു ഇത് മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റിലൊരു പ്രോപ്പറായിട്ട് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്ന് സെർച്ച് ചെയ്തിട്ട് ഞാൻ ഒരെണ്ണം തുടങ്ങാമെന്ന് വിചാരിച്ചു. അതിലൊരു ഓപ്ഷൻ കണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു അക്കൗണ്ട് തുടങ്ങാം, ഈ ഒരു യൂട്യൂബിന് മാത്രം. അപ്പോൾ ആ ഒരു അക്കൗണ്ട് മറ്റുള്ളതിനൊന്നും എഫക്റ്റ് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ അഥവാ ഈ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ആയി പോയാലും വേറെ ഒന്നിനും എഫക്റ്റ് ചെയ്യത്തില്ല. അപ്പം ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് വേറൊന്നും തുടങ്ങി. അതിൻ്റെ അകത്ത് പഴയതിനേക്കാളും പെട്ടെന്ന് തന്നെ റീച്ച് കയറുന്നുണ്ടായിരുന്നു. പക്ഷേ 1 million 2 million അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എനിക്ക് അത് ഒരുപാട് ഉണ്ടായിരുന്നു, നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ അയ്യേ അത്രേ ഉള്ളൂ എന്നൊരു റേഞ്ച് ആണെങ്കിലും എനിക്കത് നല്ലൊരു വാല്യൂ ആയിട്ട് തോന്നി. പക്ഷേ അതിലും വീഡിയോസൊക്കെ ഇടാതെ ഈ ഒരു ഇരിക്കുന്ന സമയത്ത്, ഈ ഒരു അടുത്ത സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ഒരു ഇമെയിൽ, യുവർ അക്കൗണ്ട് വിൽ ബി ഡിലീറ്റഡ് ഇൻ ദീസ് ഡേയ്സ്. അപ്പോൾ പഴയ യൂട്യൂബ് ചാനൽ പോയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു അത്. അപ്പം ഞാൻ ഈ ഒരു ഇമെയിൽ കണ്ടപ്പോൾ നന്നായിട്ട് പേടിച്ചു. തീർന്ന്, ഇതും പോയി. ഭയങ്കര ആശിച്ച് തുടങ്ങിയ ഇതും പോയി.
അങ്ങനെ ഞാൻ വിചാരിച്ചു. പക്ഷേ കുറേ ട്രൈ ചെയ്തു, സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് ഇതിൻ്റെ മിസ്റ്റേക്ക് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ അക്കൗണ്ട് പോകുന്നത് എന്തിനെ ബേസാണെന്ന് വെച്ചാൽ ഏജ് വെരിഫിക്കേഷനെ ബേസിട്ടാണ് പോകുന്നത്. ഏജ് വെരിഫിക്കേഷൻ നമ്മൾ ആദ്യമേ അക്കൗണ്ട് തുടങ്ങുമ്പോഴൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് സെറ്റ് ചെയ്താണല്ലോ ചെയ്യുന്നത്. പക്ഷേ പിന്നെ എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇങ്ങനെ ഏജ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് വരും, എനിക്കത് ട്രൈ ചെയ്തിട്ട് സക്സസ് ആവുന്നില്ല, അങ്ങനെ അക്കൗണ്ട് അങ്ങ് ഡിലീറ്റ് ആവും. അതാണ് എനിക്ക് പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു സെക്കൻഡ് യൂട്യൂബ് ചാനലും ഗ്രാജുവലി ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ കുറച്ച് ട്രൈ ഒക്കെ നടത്തി, പക്ഷേ അത് അൺസക്സസ്ഫുൾ ആയിരുന്നു, അങ്ങനെ ഡിലീറ്റ് ആയിപ്പോയി. അതും എനിക്ക് നല്ലപോലെ വിഷമമായി ഗൈസ്. ആൻഡ് ദിസ് ഈസ് മൈ തേർഡ് യൂട്യൂബ് ചാനൽ. ഒന്നിൽ പഠിച്ചാൽ മൂന്നെന്നാണല്ലോ. അപ്പം ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ചേച്ചിയെടുത്ത് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി ഇങ്ങനെയാണ് സംഭവങ്ങളൊക്കെ. അന്നേരം ചേച്ചിയാണ് എൻ്റെ അടുത്ത് ഈ ഒരു സംഭവം പറഞ്ഞത്, ഒന്നിൽ പഠിച്ചാൽ മൂന്നെന്നാണല്ലോ. അപ്പോൾ അതിൽ എനിക്ക് അന്നേരം ഒരു മോട്ടിവേഷൻ, ഒരു എൻകറേജ്മെൻറ്റ്, ഇൻസ്പയറിങ് ഒക്കെ തോന്നി. അപ്പം എനിക്കൊരു ചെറിയ വിശ്വാസമുണ്ട്, ഇതെങ്കിലും ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പഴയ യൂട്യൂബ് ചാനലിനെ പറ്റി ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ പറയുകയാണെങ്കിൽ. അങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് ചാനൽസ് എല്ലാം പോയത്. കഴിഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഹോണൽ ഡയറീസ്, അതിനകത്തായിരുന്നു അന്വേഷകമൊക്കെ. ആദ്യത്തേത് വിഭജികാസ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് എല്ലാത്തിൽ നിന്നും വെറൈറ്റിയാണ്, സോഫ്റ്റ് സിയോൾ. അപ്പം കൊറിയൻ ലവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ K-pop, K-drama എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ പേര് റിലേറ്റ് ചെയ്യാൻ പറ്റും, സോഫ്റ്റ് സിയോൾ. അപ്പോൾ ആ ഒരു പേരെങ്ങനെ വന്നതെന്നും ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ കൂടെ എൻ്റെ പഴയ യൂട്യൂബ് ചാനലിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷനും ഞാൻ പറഞ്ഞു തീർത്തു. അപ്പം നമുക്കിനി അടുത്ത പാർട്ടിലേക്ക് പോകാം, അതായത് ഫ്രണ്ട്സ് ഒരു വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, കുറേ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും ഒരിതല്ല. ഏതെല്ലാം ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷെ ഒരിതല്ല. ബട്ട് ഇപ്പോഴത്തെ എൻ്റെ എനിക്ക് രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സാണുള്ളത്. ബട്ട് ദേ ആർ സോ നോ വേർഡ്സ് ടു എക്സ്പ്രസ് ദം, സോ സ്പെഷ്യൽ ഫോർ മീ. ആൻഡ് അവർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഡിവൈന ആൻഡ് ആൻവി. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ബെസ്റ്റീസ് ആയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. എന്ന് വെച്ചാൽ 7th July 2025, അതായത് ഈ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയത്. അതിൻ്റെ പിന്നിൽ വലിയൊരു സ്റ്റോറി ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം. എന്ന് വെച്ചാൽ ആൻവിയും ഡിവൈനയും UKG തൊട്ട് ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പം അവർ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു 5th സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോഴത്തേക്കും ആൻവി സ്കൂൾ മാറി, ഒരു ഹോസ്റ്റലുള്ള സ്കൂളിലേക്ക് മാറി. കാരണം എന്താണെന്ന് വെച്ചാൽ ആൻവിയുടെ അമ്മ മിസ്സാണ്, ഞങ്ങളുടെ സ്കൂളിൽ തന്നെയുള്ള മിസ്സാണ്, കെമിസ്ട്രിയാണ് പഠിപ്പിക്കുന്നത്, മിനി മിസ്. അപ്പം എൻ്റെ അമ്മയുടെ പേര് മിനി, അവളുടെ അമ്മയുടെ പേര് മിനി. പിന്നെ ഡിവൈനയുടെ മമ്മിയുടെ പേര് സിനി. റൈമിങ് വേർഡ്സ്, മിനി സിനി. അപ്പോൾ മിനി മിസ്സും അവളുടെ അങ്കിൾ നേരത്തെ കുവൈറ്റിലായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ മിനി മിസ്സിനും അങ്ങോട്ടേക്ക് ജോലി കിട്ടി, കുവൈറ്റിൽ ജോബ് കിട്ടി. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോയപ്പം ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ആൻവിയും അതേപോലെ അവളുടെ ബ്രദറിനെയും ഒരു ഹോസ്റ്റലിലുള്ള സ്കൂളിലേക്ക് മാറ്റി. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് മാറി. പക്ഷേ എന്നാലും ഡിവൈനയും ആൻവിയും അപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അതാണ് അവർ തമ്മിലുള്ളൊരു ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 2nd സ്റ്റാൻഡേർഡ് തൊട്ട് ഞാനും ഡിവൈനയൊക്കെ ഒരു ക്ലാസ്സിലാണ്. ബട്ട് ആൻവി അപ്പുറത്തെ ക്ലാസ്സിലായിരുന്നു, അതായത് A3-ലായിരുന്നു, ഞങ്ങൾ A4-ലായിരുന്നു. അത് കഴിഞ്ഞ് 5th സ്റ്റാൻഡേർഡ് ആയി, അതായത് 3rd ഉം 4th ഉം കോവിഡ് കഴിഞ്ഞ് 5th സ്റ്റാൻഡേർഡിലായി ഒരിതായിട്ടൊക്കെ ചെന്നു. അന്നേരം ആൻവി പോയി, ആ സമയത്ത് പോയി. പിന്നെ ഞങ്ങൾ C-ലായിരുന്നു, 5C. അന്ന് തൊട്ട് ഞങ്ങൾ C-ക്കാരായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അന്നേരം ഡിവൈൻ്റെ അടുത്ത് കുറച്ചുകൂടെ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു 5th സ്റ്റാൻഡേർഡിലൊക്കെ. പക്ഷെ ആ സമയത്ത് അവളെ കുറേ പേർക്ക് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ച്, ആരാ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചോദിച്ചു. ഞങ്ങൾ ആരാന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു പിന്നെ പറയാമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ലാസ്റ്റിൽ ഒരു ദിവസം പറഞ്ഞു ആൻവിയാ ബെസ്റ്റ് ഫ്രണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ എനിക്കും ഇങ്ങനെ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം അവൾ പറഞ്ഞു ആൻവിയുടെ അടുത്തൂടെ ചോദിക്കണം, കാരണം അവർ രണ്ടുപേരും അത്രയ്ക്കൊരു ബോണ്ടിങ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഭയങ്കര ട്രൂ ഫ്രണ്ട്സ് ആയിരുന്നു അവർ. അങ്ങനെ ലാസ്റ്റിൽ ആൻവി തിരിച്ചു വരുന്നു ഒരു പ്രതീക്ഷയില്ലാതിരിക്കെ എനിക്ക് നേരത്തെ ഇമെയിൽ വന്നില്ലേ, അതേപോലെ ഒരു സുപ്രഭാതത്തിൽ ആൻവി വരും എന്നുള്ളൊരു വാർത്ത കിട്ടി. അന്ന് ഡിവൈനായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത്. അങ്ങനെ ലാസ്റ്റിൽ ആൻവി വന്നു, ഈ ഒരു വർഷം ആൻവി വന്നു. ഞങ്ങൾ 3 പേരും ഒരേ ക്ലാസ്സിലായിരുന്നു. അതാണ് ഇതിൽ ഏറ്റവും ഒരു മിറാക്കിളായിട്ട് വന്നത്. ഞാനും ആൻവിയും ഡിവൈനും ഒരേ ക്ലാസ്സിലായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഓർത്തത്. അന്നേരം ഞാനിങ്ങനെ ചോദിച്ച്, അന്നേരം ആൻവി ഇങ്ങനെ പറഞ്ഞ്, നീ ചോദിക്കുന്നതിന് മുമ്പേ അങ്ങനെ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞ ആ ഒരു ഫീലിംഗ് എൻ്റെ കുഞ്ഞു നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. ആ ഒരു ഡേറ്റാണ് 7th July 2026. അങ്ങനെയാണ് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയത്.
അപ്പം ഞാൻ ഇപ്പോൾ ന്യൂലി ജോയിൻഡ് ആയ മെമ്പറാണ്. പക്ഷേ അവർക്ക് നേരത്തെ എന്നെ അറിയായിരുന്നു കേട്ടോ, പണ്ട് തൊട്ടേ എന്നെ അറിയായിരുന്നു, എനിക്ക് അവരെ അറിയായിരുന്നു. അപ്പം ഇപ്പോൾ ഫൈനലി വി ആർ ജസ്റ്റ് ട്രയോ കോംബോ. അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ബട്ട് ഒരു സാഡ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, സാഡല്ല, ഒരു ഹാപ്പിയാണ്, പക്ഷെ എന്നാലും നല്ല വിഷമമുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഡിവൈനയുടെ മമ്മിക്ക് OET എഴുതി കിട്ടിയിട്ട് ന്യൂസിലാൻഡിലേക്ക് പോകാനൊരു അവസരം കിട്ടി. അങ്ങനെ ആൻറ്റി പോയി, ന്യൂസിലാൻഡിൽ പോയി. അപ്പോൾ ഇപ്പം കുറച്ച് നാൾക്കുള്ളിൽ അവളും പോവും, ഫാമിലിയായിട്ട് പോവും. അപ്പം പിന്നെ ഇങ്ങോട്ടേക്കൊക്കെ വരൽ കുറവായിരിക്കും. അപ്പോൾ അത് നല്ല വിഷമമുള്ള കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് ഓർത്ത വീണ്ടും കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു അക്കാഡമിക് ഇയർ അവസാനിച്ചു. അപ്പോൾ ഇനി അങ്ങോട്ട് സ്കൂളിലേക്ക് വരത്തില്ല, ബട്ട് എന്തായാലും കാണാൻ പോകുന്നതിന് മുമ്പൊക്കെ. പക്ഷെ സ്കൂളിൽ ഒരുമിച്ചൊക്കെ ഇരിക്കത്തില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ലാസ്റ്റ് ദിവസം ഫുൾ കരച്ചിലായിരുന്നു. അങ്ങനെ കരഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് കുറേ കരഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് സെറ്റിങ്ങിന് ഇറങ്ങിയത്. എന്നിട്ട് പിന്നെ അവളെ വിളിച്ച് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കാണാനൊക്കെ പറ്റും, പക്ഷെ എന്നാലും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഒരേ ബെഞ്ചിലിരുന്ന് സംസാരിച്ച് കളിച്ച് ചിരിച്ച് ഡൗട്ടൊക്കെ ചോദിച്ച് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചിരിക്കത്തില്ലല്ലോ. അതൊക്കെ ഓർക്കുമ്പം നല്ല വിഷമമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഓർക്കുന്നില്ല, കാരണം ഞാൻ ചിലപ്പോൾ കരഞ്ഞു. അപ്പോൾ ഇവരാണ് മൈ എവറിത്തിങ്. ഡിവൈന ആൻഡ് മീ. അതിനുശേഷം ഫ്രണ്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. എല്ലാവരും, അങ്ങനെ ആരുടെ അടുത്തും വെറുപ്പും കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരും ഫ്രണ്ട്സാണ്. ക്ലാസ്സിലുള്ള എല്ലാവരും, ക്ലാസ്സിൽ മാത്രമല്ല അപ്പുറത്തെ ക്ലാസ്സിലായാലും എല്ലാ സെക്ഷനിലുള്ളവരും എല്ലായിടത്തും സെറ്റാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സിനെ പറ്റിയുള്ളൊരു ടോപ്പിക്ക്. അപ്പോൾ ഇനി കോണ്ടൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് എല്ലാ ടൈപ്സ് വീഡിയോസും കാണാനായിട്ട് പറ്റും. ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോണ്ടൻറ്റ് അങ്ങനെയൊന്നുമില്ല, കാരണം എല്ലാം ഞാൻ ചെയ്യും, അതുകൊണ്ട് എല്ലായിടത്തും ഇടും. എന്നുവെച്ചാൽ ഡെയിലി വ്ളോഗ്സ്, എൻ്റർടൈൻമെൻറ്റ് ലൈക്ക് ഡാൻസിങ്, സിംഗിങ്, അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം, ഇടയ്ക്കിടയ്ക്ക് കുക്കിംഗ്, അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ പ്രതീക്ഷിക്കാം. പിന്നെ വെക്കേഷൻ ആൻഡ് ഫുൾ കോൺസെൻട്രേഷൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലായിരിക്കും. പഠിക്കാനൊന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച്. അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കത്തില്ല ഒരു ദിവസം. അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആക്കാം. പിന്നെ ഞാനിപ്പോൾ ക്രോഷ്യം ചെയ്യാറുണ്ട്. അപ്പോൾ ക്രോഷ്യയുടെ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ ചെറുതായിട്ടൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അതെന്തായാലും ഞാൻ ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെയാണ് എന്നെപ്പറ്റി പറയാനായിട്ടുള്ളത് കോണ്ടൻറ്റ്സ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ്, അതായത് കോണ്ടൻറ്റ്സ് എന്തെങ്കിലും ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് ഐഡിയാസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ പറയാവുന്നതാണ്. പിന്നെ എൻ്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ സംസാരിക്കുന്ന രീതിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അൺകംഫർട്ടബിളായിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. അത് എനിക്ക് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മാറ്റാം. പിന്നെ ഈ ക്യാമറയുടെയും പ്രശ്നങ്ങളുടെയൊക്കെയാണ് എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ എനിക്കിവിടെ ഒരു പല്ലുണ്ട്, അപ്പോൾ അതിങ്ങനെ ഹിഡൻ ടാലൻ്റാണ് ഗൈസ്. അപ്പോൾ അതിങ്ങനെ പൊങ്ങിയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതാണ് എൻ്റെ ഒരു ഫേസ് ഇങ്ങനെ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ കുറേ തവണ വീഡിയോ എടുത്ത് ഡിലീറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. പിന്നെ ലാസ്റ്റിൽ തീർക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇത്രയെങ്കിലും എത്തിച്ചത്. പ്ലീസ് ഡോണ്ട് ജഡ്ജ് മീ ബിക്കോസ് ഓഫ് ദിസ്. പിന്നെ ക്യാമറയുടെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. അത്ര ക്ലാരിറ്റിയുള്ള ക്യാമറ ഒന്നും അല്ല, ബട്ട് എന്നാൽ എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗൈസ് പറയാനായിട്ട്. ഈ ഒരു യൂട്യൂബ് ചാനലിനെ പറ്റിയും എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയാലും എല്ലാത്തിനെ പറ്റിയും പറയാൻ അത്രേ ഉള്ളൂ. സോ ഗൈസ്, 1-2 കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് മറന്നുപോയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. ബോർ അടുപ്പിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. അതിലൊന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനലിൻ്റെ നെയിം. അതിന് മുമ്പ് എൻ്റെ കഴിഞ്ഞ ചാനലിൻ്റെ നെയിം ഹോണൽ ഡയറീസ് എന്നായിരുന്നു. ഹോണൽ എന്ന് വെച്ചാൽ സ്കൈ എന്നാണ് അർത്ഥം. അതൊരു കൊറിയൻ വാക്കാണ്. അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്. സ്കൈ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആൻഡ് ഹമ്പിൾ, ആ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ കൊറിയൻ റിലേറ്റഡ് ആയിട്ടുള്ള നെയിം ഇടാൻ കാരണം എന്താണെന്നറിയാമല്ലോ, എനിക്ക് കൊറിയൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു നെയിമിൽ സോഫ്റ്റ് സിയോൾ, ആ ഒരു പേര് കേൾക്കുമ്പോഴേ ഒന്നെങ്കിൽ നിങ്ങൾ കൊറിയൻ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന ഡ്രാമ, K-pop അങ്ങനെ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം സൗത്ത് കൊറിയയിലുള്ളൊരു കൺട്രിയാണ് സിയോൾ. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ, എനിക്ക് കൊറിയ ഒരുപാട് ഇഷ്ടമുള്ളൊരു ആളാണ് ഞാൻ. എന്ന് വെച്ചാൽ അവിടുത്തെ ഫാഷൻസ് ആയാലും സ്റ്റൈൽസ് ആയാലും കൾച്ചറായാലും ഫുഡായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിലൊക്കെ ഉപരി ഐ ആം ആൻ ആർമി ഗേൾ. ഐ ലവ് BTS. എനിക്ക് BTSനെ ഒരുപാട് ഇഷ്ടമാണ്.
അപ്പോൾ അവർ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടാണ് എനിക്കൊരു കൊറിയൻ ലാംഗ്വേജിനോടൊക്കെ ഒരു ക്രേസ് വന്നത്. അതിനുശേഷം ഞാൻ കുറേയൊക്കെ പഠിച്ചു. പിന്നെ സ്വിഷ് ഇൻ കൊറിയ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ടല്ലോ, സ്വിഷ് എന്ന് തന്നെയാണ് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ആ ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ വഴി ഞാൻ കുറച്ച് ആ ഒരു ലാംഗ്വേജ് പഠിച്ചായിരുന്നു, കുറച്ചൊക്കെ പഠിച്ചായിരുന്നു, വെക്കേഷനൊക്കെ ഇരുന്ന് എഴുതി പഠിച്ചു. പക്ഷേ ഇപ്പോൾ ഞാനത് മറന്നുപോയി. പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ. അങ്ങനെ പഠിച്ചതിലാണ് ഈ ഒരു അന്യോസയോ, ഗംഷമിത, സരങ്കെ ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിനുശേഷം ഞാൻ കഴിഞ്ഞ യൂട്യൂബ് ചാനലിലും അങ്ങനെ ആ ഒരു ഇത് ഇൻസ്പയർഡ് ആയിട്ടാണ് ഒരു കൊറിയൻ വേർഡ് വെച്ചിട്ടൊരു നെയിം ഇട്ടത്. അങ്ങനെയാണ് അതിൽ അന്യോസയോ, സരങ്കെ, ഗംഷമിത എന്നുള്ള വാക്കുകളൊക്കെ വന്നത്. അപ്പോൾ ഇപ്പോഴും ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകുന്നു. കാരണം ഇപ്പോഴും എനിക്ക് അതിനോട് സ്നേഹക്കുറവൊന്നുമില്ല. എസ്പെഷ്യലി എനിക്ക് BTSനെ ഒരുപാട് ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ജസ്റ്റ് ഒരു ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഒരിഷ്ടം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇത് റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു നെയിം ഇട്ടിരിക്കുന്നത്, സോഫ്റ്റ് സിയോൾ. നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ പറയാം. സിയോൾ എന്ന് നല്ല എടുത്ത് പറയാം, അല്ലെങ്കിൽ സോഫ്റ്റ് സോൾ എന്ന് പറയാം. പക്ഷേ സോഫ്റ്റ് സോൾ എന്ന് പറയുമ്പം SOUL ആയി പോകത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോഫ്റ്റ് സിയോളാകുമ്പോൾ കുറച്ചുകൂടെ യുണീക്കാണ്. പിന്നെ ഇതിനെ നന്നായിട്ട് തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്, ഈ ഒരു ഫാൻഡം അതിനെ നന്നായിട്ട് തന്നെ കാണിക്കും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് സിയോൾ എന്ന് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ആദ്യമേ സോൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, പിന്നെയാണ് സിയോൾ എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ വന്നത്. ആക്ച്വലി എൻ്റെ മനസ്സിലല്ല, ChatGPTയുടെ മനസ്സിലാണ് വന്നത്. ChatGPTയുടെയും എൻ്റെയും സഹായത്തോടെയാണ് ഞാൻ ഈ ഒരു നെയിം ഇട്ടത്. പക്ഷെ എന്നാലും എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഐ ലവ് ദിസ് നെയിം. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ്, അതായത് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഡേറ്റ്. ഞാൻ തുടങ്ങിയത് April 2nd, 3rd, 4th ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം ആവാറായി. ഇത്ര പെട്ടെന്ന് അത് പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആൻഡ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് March 30th-നാണ്. ഇന്ന് 31st, ഇതിനാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ മിക്കവാറും ഇത് അപ്ലോഡായി വരുമ്പോൾ നാളെയാവും April Fool ഗൈസ്. നാളെ ആവുകയാണെങ്കിൽ ഹാപ്പി April Fool. അപ്പം ആ ഒരു ഡേറ്റ് ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. പിന്നെ മൂന്നാമത്തേത് എൻ്റെ ഒരു ചെറിയ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ എല്ലാ വീഡിയോസിലും ഓരോന്നൊക്കെ ബളബളാന്നിരുന്ന് പറഞ്ഞു തുടങ്ങിയാൽ നിർത്താൻ വളരെ മടിയുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ കാണത്തില്ല. കാരണം എനിക്കെന്തോ അവക്കാടായിട്ട് തോന്നും, എന്തോ ഞാൻ ഈ പറഞ്ഞതെന്നൊക്കെ ഞാൻ ചിന്തിക്കും. എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. പക്ഷേ ആൾക്കാരൊക്കെ പറയും കുഴപ്പമില്ല, നല്ല രസമുണ്ടെന്നൊക്കെ പറയും. പക്ഷേ എനിക്കെന്തായാലും ഒരു വിശ്വാസക്കുറവാണ്. അപ്പോൾ അത് ഞാൻ മാറ്റാൻ നന്നായിട്ട് ശ്രമിക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നത് എൻ്റെ മാത്രം ഒരു ഫീലിംഗ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നും എൻ്റെ വീഡിയോസൊക്കെ ഇരുന്ന് കാണുമ്പോൾ. ഞാൻ എന്തുവാ ഈ പറയുന്നതെന്നൊക്കെ ചിന്തിച്ചു പോകും. ബട്ട് ഇനി ഞാനത് മാറ്റാൻ ശ്രമിക്കാം ഗൈസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എന്നെപ്പറ്റി പറയാൻ. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ലൈക്സ്, ഡിസ്ലൈക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ. ഡിസ്ലൈക്സ് ആയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, ലൈക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ. ഇനി ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഓൾറെഡി ചെറുതായിട്ടൊന്ന് പറഞ്ഞായിരുന്നല്ലോ, കോണ്ടൻസിനെ പറ്റിയൊക്കെ. പിന്നെ അല്ലാതെ പറയുകയാണെങ്കിൽ ഞാൻ എവറിത്തിങ് ഈസ് എസ്തെറ്റിക് എന്നൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ റിലേറ്റബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ആൻഡ് ദാറ്റ്സ് സോ റിയൽ ഗൈസ്. എനിക്ക് എങ്ങനെയാണോ വേണ്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ ഞാൻ കറക്റ്റ് കാര്യങ്ങൾ തന്നെ എനിക്ക് കിട്ടി, അതൊക്കെ തന്നെ ഞാൻ ടൈപ്പ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അത് വായിച്ചാൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും, ഞാൻ എങ്ങനെ ടൈപ്പാണ് ഒരാളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു ചാനലിനെ പറ്റി പറയാൻ. അപ്പോൾ ഈ ഒരു 3rd യൂട്യൂബ് ചാനൽ സക്സസ് ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് പ്ലീസ് ടു സപ്പോർട്ട് മീ ഗൈസ്. അപ്പം ഇതിൽ എനിക്ക് നല്ലൊരു വിശ്വാസം ഉണ്ട്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഓരോന്ന് ചെയ്യാൻ പറ്റുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റണം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ പറയാൻ. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു. ഗംഷമിത. ബൈ ബൈ.